നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ ശാബസ്കൂൾ പാഠപഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ക്വാർട്ടറിൽ മുഴുവനായി നമുക്ക് പഠിക്കുവാൻ ദൈവം കൃപ ചെയ്ത് നൽകിയ സുവിശേഷം മർക്കോസിൻ്റെ സുവിശേഷത്തെ ആധാരമാക്കിയായിരുന്നു. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ മുതൽ കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായ രീതികളും അവരെ ലോകത്തിലേക്ക് സുവിശേഷീകരണത്തിന് ആജ്ഞ കൊടുത്ത് അല്ലെങ്കിൽ കൽപ്പന കൊടുത്ത് വിടുന്നതുമായ ഭാഗങ്ങൾ ചേർത്തുകൊണ്ട് വളരെ അനുഗ്രഹമേറിയ ഒരു പുസ്തകം പഠിക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്തതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ഈ ക്വാർട്ടറിലെ അവസാനത്തെ പാഠം ആണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ തക്കവണ്ണം പോകുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം, അതാണ് നമ്മുടെ പാഠ്യ ഭാഗമെന്ന് പറയുന്നത്. അതിനോടനുബന്ധമായി യോഹന്നാൻ്റെ സുവിശേഷം, ലൂക്കോസിൻ്റെ സുവിശേഷം ഒക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കർത്താവിൻ്റെ ഉയർപ്പിനെക്കുറിച്ചും ഉയർപ്പിന് ശേഷമുള്ള സംഭവഗതികളെക്കുറിച്ചും വളരെ വ്യക്തമാക്കി തരികയാണ്. പാഠപഠനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഏഴകളായ അടിയങ്ങൾ അവിടുത്തെ വചനത്തിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കുവാൻ പോരാത്തവരാണെങ്കിലും പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് നല്ല ഒരധ്യാപകനായി കർത്താവ് ഞങ്ങളെ വഴി നടത്തണമേ. സകല സത്യത്തിലും വഴി നടത്തുന്ന കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അവിടുത്തെ ഉയർപ്പിനെയും അതിൻ്റെ ആഴത്തെയും പിതാവിൻ്റെ ഇഷ്ടത്തെയും ഒക്കെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ ഈ ലോകത്തിൽ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരായ അടിയങ്ങൾ അവിടുത്തെ മാതൃക പോലെ ആയിത്തീരുവാൻ ഞങ്ങളെ ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ വരവ് വാതുക്കലായിരിക്കുമ്പോൾ അവിടുത്തെ സുവിശേഷത്തിൻ്റെ ശക്തി അടിയങ്ങളുടെ ജീവിതത്തിലൂടെ അനേകർക്ക് സാക്ഷ്യമാകുവാൻ ഇടവരുത്തുമാറാകണമെന്ന് യേശു മൂലം ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഇന്നത്തെ പാഠം എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് എന്നുള്ളതായ തലക്കെട്ടോടുകൂടിയ പാഠമാണ്. അതിൻ്റെ മനപ്പാഠവാക്യം നമുക്ക് വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യമാണ് ഇന്നത്തെ മനപ്പാഠവാക്യമായിട്ട് നൽകപ്പെട്ടിരിക്കുന്നത്. നമുക്ക് വായിക്കാം. അവൻ അവരോട്, ഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ട നസ്രായനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റ് അവൻ ഇവിടെ ഇല്ല, അവനെ വെച്ച സ്ഥലം ഇതാ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വാക്യം ദൂതന്മാർ പറയുന്നതായ വചനമാണ്. കർത്താവിൻ്റെ കല്ലറ കാണാൻ ചെന്ന വ്യക്തികളോട് കർത്താവിനെക്കുറിച്ച് പറയുന്ന ഭാഗമാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ വിശ്വസിക്കാത്ത ശിഷ്യന്മാർ കർത്താവ് അവരുടെ കൂടെ നടക്കുമ്പോൾ എൻ്റെ മരണത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും എല്ലാം സവിസ്തരം അവർക്ക് പറഞ്ഞു കൊടുത്തുവെങ്കിലും അവർക്കത് വിശ്വസിക്കുവാൻ കഴിയാത്തത് കൊണ്ട് ആ ശബത് കഴിഞ്ഞ പ്രഭാതകാലത്തിൽ അവരെ കല്ലറ കാണുവാൻ തക്കവണ്ണം പോവുകയാണ്. ഇവിടെ നമുക്ക് ഈ ആഴ്ച പഠിക്കുന്ന പാഠത്തിൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത് ഈ അവസാനത്തെ അധ്യായത്തിൽ നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം ആ സ്ത്രീകൾ കർത്താവിൻ്റെ കല്ലറ കാണാൻ വരുന്ന ഭാഗത്ത് അവർ സുഗന്ധവർഗവുമായിട്ട് വരുന്നത് നമ്മൾ കാണുകയാണ്. അത് അവരുടെ അവിശ്വാസത്തെ കാണിക്കുക. കാരണം കർത്താവ് ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവർക്ക് മുൻപ് കൂട്ടി പറഞ്ഞുവെങ്കിലും അവർ വിശ്വസിച്ചില്ല. അതുകൊണ്ടാണ് കർത്താവ് ആ മഗ്ദലക്കാരത്തി മറിയ കർത്താവിൻ്റെ കാലിൽ പരിമള തൈലം പൂശുമ്പോൾ അവളെൻ്റെ ശവസംസ്കാരത്തിനായിട്ടിത് ചെയ്തിരിക്കുന്നുവെന്ന് പറഞ്ഞതുപോലും അവർ വിശ്വസിക്കാതെ അവരെന്ത് ചെയ്യാണ്? കല്ലറ കാണുവാൻ പോകുന്ന ഒരു അനുഭവമാണ്. രണ്ടാമത് നാം പഠിക്കുമ്പോൾ ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ മർക്കോസിൻ്റെ ആ പഠന രീതി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വിശ്വസിക്കാതെ ഇരുന്നതായ ശിഷ്യന്മാരെ വീണ്ടും വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുവാൻ കർത്താവ് അവരോട് സംസാരിക്കുന്ന രീതികൾ, ദൂതൻ സംസാരിച്ചു, സ്ത്രീകൾ സംസാരിച്ചു, പിന്നെ കർത്താവ് തന്നെ അവർക്ക് വെളിപ്പെട്ടു. കർത്താവ് അവരുടെ കൂടെ നടന്ന് അവരോട് സംവാദിക്കുന്ന രംഗങ്ങൾ ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് മർക്കോസ് രേഖപ്പെടുത്തുമ്പോൾ ഈ കാലങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2-ാം വരവിന് വേണ്ടി കാത്തിരുന്ന് അവിടുത്തെ ആ വാഞ്ചയാൽ ദൈവത്തിൻ്റെ വരവിന് വേണ്ടി ബദ്ധപ്പാടോടുകൂടി ജീവിക്കുന്ന വിശ്വാസ സമൂഹത്തിന് ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവ് തരുന്ന നല്ല പാഠങ്ങൾ വളരെ ഹൃദയസ്പർശിയായിട്ട് നാം ഏറ്റെടുക്കുകയാണെങ്കിൽ
അവരെപ്പോലെ നമ്മൾ അവിശ്വാസികളായി തീരുവാൻ ഇടവരാതെ ജീവിക്കുവാൻ തക്കവണ്ണം കഴിയും. അതുകൊണ്ട് കർത്താവിൻ്റെ രണ്ടാം വരവ് വാതിക്കലായിരിക്കുന്ന ഈ നാളുകളിൽ ആ ഉയർപ്പിൻ്റെ ശക്തിയോടെ നമുക്ക് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ശക്തിയോടെ നമുക്കും ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഈ പാഠങ്ങൾ ഉതകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 42 മുതൽ 16-6 വരെയുള്ള ഭാഗമാണ് ഒന്നാമത് നാം പഠിക്കുവാൻ തക്കവണ്ണം പോകുന്നത്. ശബദിൻ്റെ തലേനാളായ ഒരുക്കനാളാകൊണ്ട് ശ്രേഷ്ഠ മന്ത്രിയും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ അരമത്യക്കാരനായ യോസഫ് വന്ന് ധൈര്യത്തോടെ പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു. അവൻ മരിച്ചു കഴിഞ്ഞുവോ എന്ന് പീലാത്തോസ് ആശ്ചര്യപ്പെട്ടു. ശതാധിപനെ വിളിച്ചു. അവൻ മരിച്ചിട്ട് ഒട്ടുനേരമേ ആയുള്ളൂ എന്ന് ശതാധിപനോട് വസ്തുത ചോദിച്ചറിഞ്ഞ ഉടൻ ജോസഫിന് ആ ശരീരം വിട്ടു നൽകുന്ന ഒരു അനുഭവമാണ് മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അരമത്യക്കാരനായ യോസഫ് കർത്താവിൻ്റെ ഒരു രഹസ്യ ശിഷ്യനായിരുന്നു. അദ്ദേഹം ആരും വെച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയിൽ കർത്താവിനെ അടക്കുവാൻ തക്കവണ്ണം ആ ശരീരം പീലാത്തോസിനോട് വാങ്ങിക്കൊണ്ട് ശീലകൾ പൊതിഞ്ഞ് ആ പാറയിൽ വെട്ടിയിട്ടുള്ള കല്ലറയിൽ വെച്ച് കല്ലറ വാതുക്കൽ കല്ലുമുരുട്ടി വെച്ചു. മഗ്ദലക്കാരത്തി മറിയ, ജോസയുടെ അമ്മ മറിയ, ഇവരെല്ലാവരും ആ കർത്താവിനെ വെച്ച കല്ലറ കണ്ട് അവർ മടങ്ങിപ്പോവുകയാണ്. ശബദിൻ്റെ തലേനാൾ, ഒരുക്കനാളിൻ്റെ വൈകുന്നേരം. ആ ഒരുക്കനാളിൻ്റെ വൈകുന്നേരം അങ്ങനെ ചെയ്ത് അവർ വാങ്ങിക്കൊണ്ട് വന്നതായ സുഗന്ധക്കൂട്ടിടാൻ പറ്റാത്തതിൻ്റെ സങ്കടത്തിൽ അവർ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ ശബദ് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിൻ്റെ അമ്മ മറിയയും ശലോമയും ചെന്ന് കർത്താവിനെ പൂശേണ്ടുന്നതിന് സുഗന്ധവർഗം വാങ്ങി. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ അതികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. അവർ ആ കല്ലറയ്ക്കൽ ചെന്നിട്ട് നമുക്ക് വേണ്ടി ആര് കല്ലുരുട്ടി കളയുമെന്ന് തമ്മി വാദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കല്ലറയ്ക്ക് ചെന്നിട്ട് ഈ വലിയ കല്ല് ആര് ഉരുട്ടിക്കളയുമെന്ന് വാദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കല്ലറയിലെ കല്ല് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്ന കാഴ്ച അവർ കാണുകയും അവർ കല്ലറയ്ക്കകത്ത് കടന്നു. അപ്പോൾ വെള്ള നിലയങ്കി ധരിച്ചതായ ഒരു ബാല്യക്കാരൻ വലതുഭാഗത്തിരിക്കുന്നത് കണ്ടവർ ഭ്രമിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു ബാല്യക്കാരനെന്നാണ്. എന്നാൽ ലൂക്കോസിലും യോഹന്നാനിലും അവർ 2 പേര് ദൂതന്മാരെന്ന് പറയുന്നുണ്ട്. ഒരാൾ കാൽക്കലും ഒരാൾ തലയ്ക്കലും ഇരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും മിന്നുന്ന അവരുടെ വസ്ത്രത്തോടുകൂടി ആ കല്ലറയ്ക്കകത്ത് അവരോട് സംസാരിക്കാൻ വരുന്ന സ്ത്രീകളോട് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വിവരം അറിയിക്കുവാൻ തക്കവണ്ണം ദൂതന്മാർ അവിടെ സന്നിഹിതരായിരുന്നു എന്ന വസ്തുത അത് വിശ്വാസയോഗ്യമാക്കി തീർക്കുവാൻ തക്കവണ്ണം സ്ത്രീകളെ സഹായിച്ചുവെന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ആ ദൂതന്മാർ പറഞ്ഞ വാക്ക് കേട്ടിട്ട് വലതുഭാഗത്തിരിക്കുന്നത് കണ്ടിട്ട് ഭ്രമിച്ചു. അവർ വലതുഭാഗത്തിരുന്ന ആ ദൂതനെയാണ് കണ്ടത്. ക്രൂശിക്കപ്പെട്ട നസ്രായനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റ് അവനിവിടെ ഇല്ല, അവൻ്റെ വെച്ച സ്ഥലം വന്ന് കാണുക എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ്, നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞു. നോക്കിയേ, മറ്റു ശിഷ്യന്മാരോടും പ്രത്യേകിച്ച് പത്രോസിനോടും പറയുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു വിടുന്നതായ ഒരനുഭവമാണ് ഇവിടെ ഈ സ്ത്രീകൾക്ക് ലഭിക്കുന്ന ദൂതെന്ന് പറയുന്നത്. യോഹന്നാനിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഗ്ദലക്കാരത്തി മറിയ കല്ലറ വാതുക്കൽ ചെന്ന് കർത്താവിനെ കാണാത്തത് കൊണ്ട് അവിടുന്ന് ഇറങ്ങി കരഞ്ഞുകൊണ്ട് തിരിയുമ്പോഴത്തേന് തോട്ടക്കാരൻ നിൽക്കുന്നതായിട്ട് അവിടെ കാണുകയാണ്. ആ തോട്ടക്കാരനാണെന്ന് വിചാരിച്ചിട്ട് മഗ്ദലക്കാരത്തി മറിയ ചോദിക്കുകയാണ്, യജമാനനെ എൻ്റെ കർത്താവിനെ എവിടെയാണ് വെച്ചത്? ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയി എവിടെ വെച്ചെന്ന് പറഞ്ഞാൽ മതി, ഞാൻ പോയി കണ്ടോളാം എന്ന് യാചിക്കുന്നതായ ആ സ്നേഹനിധിയായ ശിഷ്യയുടെ ഹൃദയം അവിടെ യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം മനസ്സിലാക്കുമ്പോഴത്തേന് അവരുടെ ഹൃദയം പെട്ടെന്നങ്ങ് ആ ഉയർപ്പിൻ്റെ കാര്യം അവർക്ക് വിശ്വസിക്കുവാൻ തക്കവണ്ണം അവർക്ക് കഴിഞ്ഞിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കർത്താവ് പല പ്രാവശ്യം പറഞ്ഞതാണെങ്കിലും അവർക്കതങ്ങോട്ട് മനസ്സിലാക്കുവാൻ തക്കവണ്ണം
അവരുടെ സാധാരണ ഹൃദയത്തിന് സാധ്യമായില്ല എന്നുള്ള വസ്തുതയാണ് അവരെ കല്ലറയ്ക്കൽ ചെന്നപ്പോൾ ഭ്രമിക്കുവാനും കരയുവാനും ആ മരിച്ച ആളിനെ തിരയുവാനും ഒക്കെ ഇടയായി തീർന്നതെന്ന് നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ശോധന വളരെയേറെ വിശ്വാസത്തെ പരിശോധിക്കപ്പെടേണ്ടതായ ഒരു അനുഭവമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവിൻ്റെ കൂടെ നടന്നതായ ശിഷ്യഗണം അനേക അത്ഭുതങ്ങൾ കണ്ട്, അടയാളങ്ങൾ കണ്ട്, മരിച്ചവരെ ഉയർപ്പിച്ചത് കണ്ട്, അനേക രോഗികളുടെ സൗഖ്യം കണ്ട്, എല്ലാം കൂടെ നടന്നിട്ട് പോലും കർത്താവ് ഉയർത്തെഴുന്നേൽക്കുമെന്ന് കർത്താവ് പറഞ്ഞ വചനം അവർക്ക് വിശ്വാസയോഗ്യമായി തീർന്നില്ല എങ്കിൽ ഈ നാളുകളിൽ നമ്മുടെ വിശ്വാസം എത്ര ഉന്നതമാണ്, ശ്രേഷ്ഠമാക്കി തീർക്കണം എന്നുള്ള വിചാരം നമ്മളെ ഭരിക്കട്ടെ. കാരണം കർത്താവ് പറയേണ്ടായി, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുവാൻ കഴിയുമോ എന്ന്. ആ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അവർ ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെക്കുറിച്ച് പറയുവാൻ വളരെ സന്തോഷത്തോടു കൂടെ പോകുന്നതായ ഒരനുഭവമാണ് ഇവിടെ. ഒരു കല്ലറ വിട്ട് ഓടിപ്പോയി, ഭയപ്പെടുകയാൽ ആരോടും ഒന്നും പറഞ്ഞില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള ഭാഗത്ത് വളരെ വ്യക്തമായ ഒരു കാര്യം നമ്മളോട് സംസാരിക്കുകയാണ്. എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണമായിരിക്കുന്നു. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. സ്നാനത്താൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അപ്പം ഒരു വിശ്വാസി സ്നാനത്താലാണ് കർത്താവിനെ പരിപൂർണമായിട്ട്, കർത്താവിൻ്റെ മരണത്തെയും ഉയർപ്പിനെയും വിശ്വസിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് സാക്ഷ്യമായിട്ട് തന്നെ സമർപ്പിക്കുന്നത്. അപ്പം ഒരു സ്നാനം എന്ന് പറയുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പറഞ്ഞാൽ കർത്താവിൻ്റെ കൂടെ മരിക്കുക, കർത്താവിൻ്റെ കൂടെ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരനുഭവം, പുതിയ സൃഷ്ടിയായിത്തീരുന്ന ഒരനുഭവമാണെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ കർത്താവിൻ്റെ ഉയർപ്പ് നമ്മുടെ ജഡശരീരങ്ങളിൽ അനുഭവിച്ചറിയുന്ന ഒരു അനുഭവമാക്കി തീർക്കുന്ന വിശ്വാസമായിരിക്കണം എന്ന് പ്രത്യേകിച്ച് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായിരിക്കുന്ന ഓരോ വ്യക്തികളും അവിടുത്തെ വ്യാപാര ശക്തി, സ്വർഗത്തിൻ്റെ വ്യാപാര ശക്തി അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഉയർപ്പെന്ന് പറയുന്ന ആ മഹാശക്തിയുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവിൻ്റെ ഉയർപ്പിലുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്, പാപത്തിൽ നിന്നുള്ള വിടുതലാണ്, പുതിയ മനുഷ്യനായിത്തീരുന്ന അനുഭവമാണ്. വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായി വലിയ വ്യാപാര ശക്തിയുള്ള ഒരു അനുഭവമാക്കി തീരുന്ന ഒരനുഭവമാണ്. അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ജയാളിയായി മരണത്തെ തോൽപ്പിച്ച് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും സകല വാഴ്ചകളുടെയും അധികാരത്തിൻ്റെയും സാത്താൻ്റെ സകല വ്യാപാര ശക്തിയെയും തോൽപ്പിച്ച കർത്താവിനെ അവിടുന്ന് ജയാളിയായി നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്ന ഒരു അനുഭവമാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവിലുള്ള നമ്മുടെ വിശ്വാസം എന്ന് നാം ഈ പകൽക്കാലം മനസ്സിലാക്കണം. അതിന് നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് ഇനി 2-ാമത്തെ പാഠത്തിലെ മണ്ടയിലെ പാഠത്തിലേക്ക് പോകുമ്പോൾ ഈ കല്ല് ആര് ഉരുട്ടിക്കളയും എന്ന് സംശയിക്കുന്നതായ ഒരു സംശയം അവിടെ മാർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മരണത്തിൻ്റെ പാതാളത്തിൽ അടയ്ക്കപ്പെട്ടതായ, മരണം കൊണ്ട് പാതാളത്തിൽ അടയ്ക്കപ്പെട്ടതായ കർത്താവിനെ അടയ്ക്കിയതിന് ശേഷം കല്ല് ഉരുട്ടി വെച്ച് സീല് ചെയ്തിരുന്നതായ ഒരനുഭവം, അതിനെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ ചേവകരെ ആക്കിയെന്ന, കല്ലറ കാക്കുവാൻ തക്കവണ്ണം ചേവകരെ അവിടെ ആക്കിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അത്രമാത്രം ബന്ധോസോടുകൂടി കർത്താവിൻ്റെ ശവശരീരം അവർ കല്ലറയ്ക്കുള്ളിൽ സൂക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ ഇതെല്ലാം ദൂരെ നിന്ന് കണ്ട് മടങ്ങിപ്പോയ സ്ത്രീകൾ കല്ലറയ്ക്കലേക്ക് വരുമ്പോൾ അവർ മനസ്സിലാക്കിയിട്ട് ആ ഒരു ഭാരം മനസ്സിലാക്കിയിട്ട് പറയാണ്, ഈ കല്ല് ആര് ഉരുട്ടും, നമുക്കതിനുള്ള കഴിവില്ലല്ലോ. പക്ഷേ അവർ അടുത്തടുത്ത് വരുമ്പോഴാണ്
ആ കല്ല് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നത് കാണുന്ന ഒരു അനുഭവം. പ്രിയപ്പെട്ട ദൈവമക്കളെ, മരണത്തിൻ്റെ ആ കല്ല് അല്ലെങ്കിൽ മരണത്തിൻ്റെ ചങ്ങലയിൽ നിന്ന് സകല ജഡത്തെയും രക്ഷിക്കുവാൻ, പാവമരണത്തിൽ നിന്ന് സകലരെയും രക്ഷിക്കുവാനാണ് കർത്താവ് എന്ത് ചെയ്തത്? തന്നെത്താൻ പാവമാക്കിക്കൊണ്ട് മരണത്തെ പുൽകിയത്. എന്നിട്ടോ അവരടയ്ക്കപ്പെട്ട കല്ലറയിൽ നിന്ന് ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയാൽ ഉയർത്തെഴുന്നേറ്റ് അവർക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകും എന്ന് ദൂതന്മാർ ഘോഷിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. നമുക്ക് വേണ്ടി നമുക്ക് സാധിക്കാത്തതിനെ സാധിപ്പിക്കുന്ന ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയാണ് ആ കല്ലറയ്ക്കൽ ആ സ്ത്രീകൾക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളെക്കൊണ്ട് കഴിയാത്തത് എന്ന് തോന്നുന്ന ഏതൊരു കാര്യവും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർവശക്തിയുള്ള ദൈവത്തിൻ്റെ വ്യാപാര ശക്തി അത് അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ആ കല്ലറയ്ക്കൽ തന്നെ അവർക്ക് സാക്ഷ്യമായി തീർന്ന ഒരു അനുഭവമാണ് ഇവിടെ നാം വായിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ അത്യന്ത ശക്തി അവിടെ അതവർക്ക് മനസ്സിലാക്കാൻ എന്നിട്ടും സാധിച്ചില്ല. അവരത് കണ്ടെങ്കിലും അവർക്കത് മനസ്സിലായില്ല. അവർ ഭ്രമിച്ചു പോവുകയാണ്. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നമ്മളെ കൊണ്ട് കഴിയാത്തതിനെ സാധിപ്പിക്കുന്ന ദൈവത്തിൻ്റെ അത്യന്ത ശക്തി നമുക്കും മനസ്സിലാകാതെ വരുമ്പോൾ നാം ഭ്രമിച്ചു പോകുന്നതായ അനുഭവങ്ങൾ വരാറില്ലേ? ഈ കാലയളവിൽ ദൈവത്തിൻ്റെ അത്യന്ത ശക്തിക്ക് നമ്മളെ തന്നെ താഴ്മപ്പെടുത്തുമ്പോൾ ആ ഉയർപ്പിൻ്റെ അത്യന്ത ശക്തി നമ്മളിലും വ്യാപരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ചൊവ്വാഴ്ചത്തെ പാഠത്തിൽ ആ കല്ലറ കാണാൻ എത്തിയ സ്ത്രീകളുടെ അവരുടേതായ ഒരു അനുഭവം നമ്മളോട് പങ്കിടുകയാണ് ഇവിടെ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ. 3 സ്ത്രീകളാണ് കല്ലറ കാണാനായിട്ടും സുഗന്ധവർഗം പൂശാനായിട്ടും ശബത് കഴിഞ്ഞ ഉടനെ അതിരാവിലെ സൂര്യൻ ഉദിച്ച് വരുമ്പോൾ കല്ലറയ്ക്ക് ചെല്ലുന്നത്. അവർ സംസാരിച്ചുകൊണ്ട് പോകുന്നത് എങ്ങനെ ഈ കല്ലുരുട്ടി കളയുമെന്നുള്ളതായ വലിയ വിഷമകരമായ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് അവർ യാത്ര ചെയ്യുന്നത്. എന്നാൽ അവർ കല്ലറയ്ക്ക് ചെല്ലുമ്പം കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതും കല്ലറ തുറന്നിരിക്കുന്നതും കണ്ട് അവർ കല്ലറയ്ക്ക് ഉള്ളിൽ പ്രവേശിക്കുകയാണ്. അവിടെയാണ് ദൂതൻ അവരോട് സംസാരിക്കുന്നത്. നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കല്ലറയിൽ കാണുവാൻ തക്കവണ്ണം വന്നിരിക്കുന്നു. അവൻ ഇവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോയി എന്ന് പറയും. നീ മറ്റു ശിഷ്യന്മാരോട് ഇതുപോയി അറിയിക്കുവാൻ തക്കവണ്ണമുള്ളവർ ആഹ്വാനം കൊടുക്കുകയാണ്. ആ സ്ത്രീകൾ അല്പസമയം അവർക്ക് ഭ്രമം പിടിച്ചു, ഭയം പിടിച്ചു, ഒന്നും സംസാരിക്കാൻ കഴിയാത്തവരായി തീർന്നു. എങ്കിലും പിന്നീട് അവർ സംസാരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ പാഠഭാഗത്ത് നമ്മൾ മനസ്സിലാക്കണം. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം തൊട്ട് 8-ാം അധ്യായം വരെ മശിഹയാണെന്ന് പല തരത്തിൽ ഭൂതത്തിൽ കൂടെയും മറ്റു പ്രവർത്തികളിൽ കൂടെയൊക്കെയും മനസ്സിലാക്കി കൊടുക്കുമ്പോഴും കർത്താവ് ഇത് ആരോടും പറയരുതെന്ന് സംസാരിക്കുമ്പോൾ പോലും ഭൂതങ്ങൾ പോലും കർത്താവിനെ മശിഹയായിട്ട് അംഗീകരിക്കുകയാണ്. ഇതെല്ലാം കണ്ടു നിന്നതായ ശിഷ്യന്മാർ അവരും കർത്താവിനെ മശിഹയായിട്ട് പറയുന്നുണ്ടെങ്കിലും കർത്താവിൻ്റെ മരണം അവരെ വല്ലാത്ത അവിശ്വാസത്തിലേക്ക് നയിക്കുകയുണ്ടായി. അവരുടെ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ വിശ്വാസവും തകർന്നു പോയി എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ സ്ത്രീകൾക്കും വല്ലാത്തൊരു ഭ്രമമാണ് ഉണ്ടാകുന്നത്. അതെങ്ങനെ സംഭവിക്കും? അതെങ്ങനെ? നമ്മുടെ മാനുഷികമായിട്ടുള്ളതായ ഒരു കാഴ്ചപ്പാടിൽ വരുന്നതായ ഒരു ഭ്രമമാണത്. എന്നാൽ ഈ സ്ത്രീകൾക്ക് അധിക നേരം അവർക്ക് ഈ ഇങ്ങനെ കൊണ്ടു നടക്കുവാൻ അല്ലെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ വിവരം പറയാതിരിക്കുവാൻ സാധ്യമായില്ല. അവർ പോയി പിന്നീട് കർത്താവ് ഉയർത്തെഴുന്നേറ്റ വിവരം മറ്റുള്ളവരെ അറിയിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ അവസാന ഭാഗത്തിൽ പറയുന്നത് സകല ലോകത്തോടും വിളിച്ചു പറയാനാണ്. കർത്താവിൻ്റെ സുവിശേഷം സകല ലോകത്തോടും വിളിച്ചു പറയുവാൻ തക്കവണ്ണം ആഹ്വാനം ചെയ്യുന്നതാണ് സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് നാം കാണുന്നത്. അങ്ങനെ കർത്താവിനെ അറിയിക്കുവാൻ തക്കവണ്ണം സ്ത്രീകളെ ശക്തിപ്പെടുന്ന ഒരനുഭവമാണ് ആ കല്ലറയ്ക്കൽ അവർക്ക് നേടുവാൻ തക്കവണ്ണം കഴിഞ്ഞത്. പിന്നീട് കർത്താവ് മറിയയ്ക്ക് പ്രത്യക്ഷമായെന്ന് യോഹന്നാൻ പറയുമ്പോൾ ഇവിടെ മർക്കോസ് 16-ന്റെ 9 തൊട്ട് 20 വരെയുള്ള ഭാഗം വായിക്കുമ്പം അവൻ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ രാവിലെ ഉയർത്തെഴുന്നേറ്റിട്ട് 7 ഭൂതങ്ങളെ പുറത്താക്കിയ മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷനായി. അതെങ്ങനെയാണെന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം നമ്മളത് വായിക്കുമ്പം നമുക്ക് കർത്താവിൻ്റെ എങ്ങനെ മഗ്ദലക്കാരത്തി മറിയയ്ക്ക് പ്രത്യക്ഷമായി എന്ന് നമുക്ക് മനസ്സിലാകും.
അവൾ ദുഃഖിച്ചും കരഞ്ഞും കൊണ്ടിരിക്കുന്നവരോട് കർത്താവ് നെക്കുറിച്ച് അറിയിക്കുവാൻ അവളെ വിടുകയാണ്. അവൻ ജീവനോടെ ഇരിക്കുന്നുവെന്നും അവളവനെ കണ്ടുവെന്നും അവരെ കേട്ടെങ്കിലും അവരും വിശ്വസിച്ചില്ല. മറിയ എന്ന് ഈ വിവരം പറഞ്ഞിട്ട് അവരാരും വിശ്വസിക്കുവാൻ തക്കവണ്ണം ഇടയായില്ല എന്ന വസ്തുതയാണ് നമ്മൾ പിന്നീടും പഠിക്കുന്നത്. അപ്പോൾ ഈ അവസാനത്തെ ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ശിഷ്യന്മാർ വിശ്വാസം കൊണ്ടുവരുന്നതിന് വേണ്ടി ആദ്യമേ ദൂതന്മാർ സംസാരിക്കുന്നു, പിന്നെ സ്ത്രീകൾ കർത്താവിനെ കണ്ടതായിട്ട് സംസാരിക്കുന്നു, പിന്നെ 2 പേർക്ക് കർത്താവ് പ്രത്യക്ഷമായെന്ന് അവർ സംസാരിക്കുന്നു, പിന്നെ ശിഷ്യന്മാർ കൂടെ ഇരിക്കുന്നിടത്ത് കർത്താവ് തന്നെ പ്രത്യക്ഷമായി അവരുടെ മധ്യത്തിലേക്ക് വന്ന് അവരെ ബലപ്പെടുത്തുന്നതൊക്കെയും നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പഠിക്കുമ്പം യോഹന്നാനിൽ അത് കുറേയും കൂടെ വ്യക്തമായിട്ട് ലൂക്കോസിലും അത് വളരെ വ്യക്തമായിട്ട് ഈ കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷമുള്ള സംഭവങ്ങൾ വിവരിച്ചിരിക്കുകയാണ്. അവരുടെ വിശ്വാസത്തെ വളർത്തുവാൻ തക്കവണ്ണം കർത്താവ് അവർക്ക് പ്രത്യക്ഷമായ രീതികൾ ദൂതൻ സംസാരിച്ചിട്ട് മനസ്സിലാകാതെ അവരുടെ കർത്താവിൻ്റെ ശിഷ്യ സമ്പത്തിലെ സ്ത്രീകൾ സംസാരിച്ചിട്ട് ശിഷ്യന്മാർ മനസ്സിലാക്കാതെ ഇരുന്നവരുടെ ഇടയിലേക്ക് കർത്താവ് തന്നെ ചെന്ന് അറിയിക്കുന്നതായ ആ ഒരു അനുഭവം അവിടെ നമ്മുടെ വിശ്വാസ ജീവിതത്തിന് വലിയ ഒരു മുതൽക്കൂട്ടാണ്. പലപ്പോഴും നാം വേദപുസ്തകം വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ആ ദൈവസാന്നിധ്യം നമ്മൾ എത്രമാത്രം അനുഭവിച്ചറിയുന്നു എന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന കഴിക്കേണ്ടതായ ഒരു നിമിഷത്തിലേക്ക് നമ്മളെ ഈ സംഭവങ്ങൾ വഴി നടത്തുകയാണ്. നാം നല്ല സാക്ഷ്യം പ്രാപിക്കാതെ, നാം പൂർണ്ണമായിട്ടും വിശ്വസിക്കാതെ ഈ വിശ്വാസവചനം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കഴിയത്തില്ല. അതിനുവേണ്ടിയാണ് കർത്താവ് ശിഷ്യന്മാരെ എന്ത് ചെയ്യുന്നത്? ബലപ്പെടുത്തുന്നത്, വിശ്വാസത്തിൽ നിലനിർത്തുന്നത്, വിശ്വാസത്തിലേക്ക് വീണ്ടും വിളിച്ചു ചേർക്കുന്നത് എന്നുള്ളതായ ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഒരു പുനഃപരിശോധനയ്ക്കും വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഒന്നുകൂടി ഇട്ട് വർദ്ധിപ്പിക്കുന്നതിനും വളരെ പ്രയോജനകരമായ ഒരനുഭവമാക്കി തീർക്കുവാൻ കഴിയും. ഇവിടെ മർക്കോസിൻ്റെ സുവിശേഷം 16-14 വാക്യത്തിൽ പറയുന്നതായ കാര്യം 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോഴാണ് കർത്താവ് അവർക്ക് പ്രത്യക്ഷമാകുന്നത്. കർത്താവ് നേരിട്ട് അവിടെ പ്രത്യക്ഷമാകുകയാണ്. എന്നാൽ ഒരു ദിവസം അവരെന്ത് ചെയ്തു? കർത്താവിൻ്റെ ഇവരെന്ത് ചെയ്തു? 2 പേര് നാട്ടിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട്. 12-13 വാക്യങ്ങളിൽ പറയുന്നത് 2 പേര് നാട്ടിലേക്ക് പോകുമ്പോൾ അവൻ മറ്റൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷനായി. ഈ ഭാഗം നമ്മൾ ശരിക്കും പഠിക്കുമ്പോൾ എമ്മാവൂസിലേക്കാണ് പോകുന്നതെന്ന് ലൂക്കോസ് വെളിപ്പെടുത്തുകയാണ്. അവർ എമ്മാവൂസിലേക്ക് പോകുമ്പോൾ 2 ശിഷ്യന്മാർ ആരൊക്കെയാണ് എന്ന് 11 പേരിൽ കൂടിയവരല്ല, അല്ലാതെ 2 പേരാണ് അവിടേക്ക് പോകുന്നത്. അവർ കാണാതെ തന്നെ കർത്താവ് അവരോട് ചേർന്ന് നടന്നിട്ട് ആ പഴയ നിയമത്തിൽ കർത്താവിനെക്കുറിച്ച് പറയുന്നതായ വാക്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് അവർക്ക് ബോധ്യമാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർ തമ്മിൽ പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ വിചാരിച്ചത് എന്താ? ഈ നാളുകളിൽ ഇസ്രായേലിനെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം പ്രവർത്തിക്കുന്ന ഒരു കർത്താവിനെയാണ്, അല്ലെങ്കിൽ ഒരു യേശുവിനെ, മശിഹായെയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്, ആ ലോകം പ്രതീക്ഷിച്ചിരുന്നത്, മത നേതാക്കന്മാർ പ്രതീക്ഷിച്ചിരുന്നത് എന്ന് വ്യക്തമാക്കുന്ന അനുഭവമാണ് അവരുടെ മറുപടിയായിട്ട് കർത്താവ് കേൾക്കുന്നത്. കർത്താവ് ഇസ്രായേലിനെ വീണ്ടെടുക്കുവാനല്ല വന്നത്, ഭൂലോകത്തിൽ സകല മാനവരാശിക്കും വേണ്ടിയാണ് കർത്താവ് വന്നത് എന്നുള്ളതായ വസ്തുതയാണ് അവരെ ബോധിപ്പിക്കുന്നത്. അല്ലാതെ ഒരു കൂട്ടർക്ക് വേണ്ടിയോ ഒരു വ്യക്തിക്ക് വേണ്ടിയോ അല്ല കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന് മരണം വരിച്ചത്, നമ്മളെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം കടന്നു വന്നത്. അതുകൊണ്ട് അവരുടെ ആ ചിന്താഗതികളെ മാറ്റുവാൻ തക്കവണ്ണം കർത്താവ് അവർക്ക് മുമ്പേ നടന്നിട്ട് ആ മന്ദബുദ്ധികളെ എന്ന് വിളിക്കുന്നുണ്ട്. വിശ്വാസത്തിൽ നിലനിൽക്കാത്തവരെ കർത്താവിട്ട് പേരാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 13-ാം വാക്യം മുതൽ കർത്താവിനെ മഗ്ദലക്കാരത്തി കണ്ട അതേ ദിവസം
വൈകുന്നേരത്താണ്. അന്ന് തന്നെ 2 പേര് യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരെയുള്ള എമ്മാവോസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ഈ സംഭവിച്ചതെല്ലാം അവർ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ തർക്കിക്കുകയും ചെയ്യുന്നുണ്ട്. കർത്താവ് അവരുടെ അടുത്ത് എന്നിട്ട് അവരോട് ചേർന്ന് നടന്നു. പക്ഷേ അവരറിയാതെ അവരുടെ കണ്ണ് നിരോധിച്ച് അവരോടൊപ്പം ചേർന്ന് നടക്കുകയാണ്. അങ്ങനെ അവർ വാദിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് അവരുടെ കണ്ണിനെ നിരോധിച്ചുകൊണ്ട് അവരോട് ചോദിക്കുമ്പം വാടിയ മുഖത്തോടെ നിന്നു. ക്ലയോപ്പാവ് എന്ന പേരുള്ളവൻ, അദ്ദേഹമാണ് പറഞ്ഞത്. ക്ലയോപ്പാവ് എന്ന് പറയുന്ന ഒരാൾ പറയാണ്, ഈ യെരുശലേമിൽ ഈ സംഭവിച്ചതൊക്കെ, ഈ നാളുകളിൽ സംഭവിച്ചതൊന്നും നീ അറിഞ്ഞില്ലേ എന്ന് കർത്താവിനോട് ചോദിക്കുകയാണ്. ഏതെന്ന് കർത്താവ് അവരോട് ചോദിക്കുമ്പോഴത്തേന്, ദൈവത്തിന് സകലജനത്തിനു മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രായനായ യേശുവിനെക്കുറിച്ചാണ് ഞങ്ങൾ ഈ സംസാരിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് യേശുവിനോട് സംസാരിക്കുകയാണ്. എന്നാൽ ആ മഹാപുരോഹിതന്മാരും പ്രമാണികളും എന്ത് ചെയ്തു? ആ യേശുവിനെ മരണത്തിന് ഏൽപ്പിച്ചു. ഞങ്ങൾ വിചാരിച്ചിരുന്നത് എന്താണെന്നറിയാമോ? ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവൻ എന്ന് വളരെ ആശ വെച്ചു. അതുമാത്രമല്ല, ഇന്ന് 3 ദിവസമായി ഇത് സംഭവിച്ചിട്ട്. പക്ഷേ ഈ 3-ാം ദിവസം എന്ത് സംഭവിച്ചു? ഞങ്ങളെ കൂട്ടത്തിലുള്ള സ്ത്രീകൾ പോയപ്പോൾ കല്ലറ തുറന്നിരിക്കുന്നു, ജീവനോടെ എഴുന്നേറ്റു എന്നെല്ലാമുള്ള ഒരു ദർശനം, ദൂതന്മാരുടെ ഒരു ദർശനം അവർ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ മുതൽ എന്താണ്, അത് അവർ ഭ്രമിച്ചു പോയി എന്നെല്ലാം ആ സ്ത്രീകൾ പറഞ്ഞത് പോലെ തന്നെ കണ്ടു എന്നും കണ്ടില്ല എന്നും ഒക്കെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ തർക്കിക്കാനും വാദിക്കാനും തുടങ്ങിയപ്പോൾ കർത്താവ് അവരോട് സംസാരിക്കുകയാണ്. അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറയുകയാണ്. അപ്പം കർത്താവിൻ്റെ വചനങ്ങൾ, പ്രവാചകന്മാർ മുഖാന്തരം എഴുതിയിരിക്കുന്ന പ്രവചനങ്ങളുടെ സത്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നാം വിശ്വസിക്കാതെ ഇരുന്നാൽ നമ്മളും ഈ കാലങ്ങളിൽ ആ ഒരു പട്ടികയിലായി തീരും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. എന്നിട്ടും അവർക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് നാം മനസ്സിലാക്കണം. എന്നിട്ട് എന്താ സംഭവിച്ചത്? ആ കർത്താവ് മരണയോഗ്യമായതൊന്നും പ്രവർത്തിച്ചില്ല എന്ന് പറയുകയാണ്. അപ്പം കർത്താവ് മരണയോഗ്യമായതൊന്നും പ്രവർത്തിക്കാതെ തന്നെ ഇവർ കൊന്നുകളയുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഗ്രാമത്തിൻ്റെ അടുത്തെത്തിയപ്പോഴത്തേനാണ് കർത്താവ് മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചിട്ട് അവർക്ക് നേരെ നോക്കി. അപ്പോൾ വൈകുന്നേരമായി അവനെ നിർബന്ധിച്ചു. കർത്താവാണെന്ന് അവർ മനസ്സിലാക്കി അവരുടെ കൂടെ പാർപ്പാൻ ചെന്നു. ഭക്ഷണത്തിനിരിക്കുമ്പോൾ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെയാണ് അവരുടെ കണ്ണ് തുറന്ന് അവരറിഞ്ഞു. അവർക്ക് അപ്രത്യക്ഷമാവുകയും ചെയ്തു. അവർക്ക് മനസ്സിലായി കർത്താവാണെന്ന് അവർക്ക് മനസ്സിലായി. അതിനുശേഷമാണ് 11 വരെ ഇരിക്കുമ്പോഴത്തേന് കർത്താവ് അവരുടെ മധ്യത്തിൽ കടന്നു ചെന്ന് കർത്താവ് ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കാത്തത് കൊണ്ട് അവരുടെ അവിശ്വാസത്തെ, ഹൃദയകാഠിന്യത്തെ ഒക്കെയും ശാസിക്കുന്ന ഒരു കർത്താവിനെ അവിടെ അവർക്ക് വ്യക്തമാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നത്തെ പാഠത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തെ വളരെ വ്യക്തമായിട്ട് ഉറപ്പിക്കേണ്ടതായ ആവശ്യമുണ്ട്. കർത്താവിൻ്റെ 2ാം വരവെന്ന് പറയുന്നത് സുനിശ്ചിതമാണ്. കാലങ്ങളേറെയില്ല. അവിടുത്തെ വരവിൻ്റെ സമയങ്ങൾ അടുക്കുന്തോറും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ചോർച്ചയുണ്ടാകാതിരിക്കാൻ, അചഞ്ചലരായി തീരാതിരിക്കാൻ, നാം ഭ്രമിച്ചു പോകാതെ ഇരിക്കാൻ നമ്മുടെ കർത്താവ്, ഉയർത്തെഴുന്നേറ്റ കർത്താവ്, സ്വർഗാരോഹണം ചെയ്ത് നമുക്ക് വേണ്ടി മടങ്ങി വരുന്ന കർത്താവിലുള്ള നമ്മുടെ വിശ്വാസത്തെ വളരെ ശക്തമാക്കി തീർക്കേണ്ടതായ ആവശ്യമുണ്ട്. ശിഷ്യന്മാർക്ക് സംഭവിച്ചത് നമുക്ക് സംഭവിക്കുവാൻ പാടില്ല. ഈ കർത്താവിൽ വിശ്വസിക്കാതിരുന്നത് കൊണ്ടാണ് പത്രോസ് മറ്റുള്ളവരെയും കൂട്ടി കടലിലേക്ക് മീൻ പിടിക്കുവാൻ തക്കവണ്ണം പോകുന്നതായ കാഴ്ച യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ 11 വരെ ഇരിക്കുമ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾ ഇന്നടത്ത് വല വീശോ, ഇപ്പം പിടിച്ച മീനിനെ കൊണ്ടുപോകാമെന്നൊക്കെ അവിടെ വിവരിക്കുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. അവരുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്നു. പത്രോസിനെ 3 പ്രാവശ്യം വിശ്വാസത്തെ ഉറപ്പിച്ചു കൊടുക്കുന്നതൊക്കെയും വളരെ വ്യക്തമാക്കി യോഹന്നാൻ രേഖപ്പെടുത്തുമ്പോൾ ഈ കാലയളവിൽ വിശ്വാസത്തിൻ്റെ മൂല്യശോഷണം സംഭവിച്ചിരിക്കുന്ന കാലയളവിൽ ഭക്തിയുടെ വേഷം മാത്രമുണ്ട്, ശക്തിയില്ലാത്ത വിശ്വാസം നാം കാണുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന് ശക്തി പകരുവാൻ ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവിലുള്ള നമ്മുടെ ജീവിത
അനുഭവങ്ങൾ എത്രമാത്രം അതിനെ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ദിവസം പ്രതി ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മളെ നടത്തുന്ന അനുഭവം നാം പ്രാപിച്ചുകൊണ്ട് നല്ല സാക്ഷ്യമുള്ളവരായി തീരുക. പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, കഷ്ടങ്ങൾ, പതർച്ചകൾ ഒക്കെ വരുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ ശോധന ചെയ്യുന്നതാണെന്ന് ഓർത്തുകൊണ്ട് കൂടെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മെ നടത്തുന്ന അനുഭവം ആ ശിഷ്യന്മാർക്കുണ്ടായതുപോലെ നാമും പ്രാപിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള വസ്തുത നാം മറന്നു പോകരുത്. ഇവിടെ ഈ ശിഷ്യന്മാർക്ക് 11 പേർക്കും പ്രത്യക്ഷമായി അവരോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് ഈ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 14 മുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരെ ചില കാര്യങ്ങൾ ഭരമേൽപ്പിക്കുകയുണ്ടായി, അവരുടെ അവിശ്വാസത്തെ ശാസിക്കുകയുണ്ടായി, അവരുടെ ഹൃദയകാഠിന്യത്തെ ശാസിക്കുകയുണ്ടായി. എന്നിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി എൻ്റെ സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. സുവിശേഷം പ്രസംഗിക്കുക. സുവിശേഷം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ ആ നല്ല വാർത്തയാണ്. കർത്താവിൻ്റെ സുവിശേഷം അനേകർക്ക് സാക്ഷ്യമായി തീരുമ്പോഴാണ് കർത്താവിൻ്റെ വരവെന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ നാം പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുവാൻ പറയുകയാണ്. എന്നിട്ട് കർത്താവ് അവരോട് പറയുന്നത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ എന്തു ചെയ്യും? രക്ഷിക്കപ്പെടും. സകലരോടും പറയുക. രക്ഷിക്കപ്പെടുന്നതിന് ക്രൈറ്റീരിയ വിശ്വാസമാണ്. വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പം നമ്മുടെ ജോലി എന്ന് പറയുന്നത് പറയുക എന്നുള്ളതാണ്, സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ്. നാം വിശ്വസിക്കുന്നതായ, നാം കാത്തിരിക്കുന്നതായ, നമ്മുടെ പ്രത്യാശയും വാഞ്ചയുമായ കർത്താവിൻ്റെ 2ാം വരവിൽ വിശുദ്ധന്മാരായിട്ട് ചേരുന്ന ആ സുദിനത്തിനായിട്ട് നാം വാഞ്ചപ്പെടുന്നു എങ്കിൽ, നാം വാഞ്ചിക്കുന്നു എങ്കിൽ നമ്മുടെ സാക്ഷ്യം, നല്ല സാക്ഷ്യം, ജീവിതമാകുന്ന സാക്ഷ്യം മറ്റുള്ളവരോട് ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ പ്രേരിതരായിത്തീരുന്ന ഒരു അനുഭവമാണ്. ആ സ്ത്രീകൾ കുറച്ച് സമയം മിണ്ടാതിരുന്നെങ്കിൽ അവർക്ക് മിണ്ടാതിരിക്കുവാൻ കഴിഞ്ഞില്ല. അവർ പോയി ശിഷ്യന്മാരോട് പറയുകയാണ്, നമുക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുമെന്ന് കർത്താവങ്ങളോട് പറഞ്ഞുവെന്ന് പറയുകയാണ്. പത്രോസും യോഹന്നാനും ഓടി വന്നു വീണ്ടും അത് ഉറപ്പിക്കുവാനൊക്കെ വേണം. അവരും കല്ലറ വന്ന് കണ്ടു, അവിടെ ആരുമില്ല, കർത്താവ് ഉയർത്തെഴുന്നേറ്റത് അവരും മനസ്സിലാക്കുകയാണ്. എന്നിട്ടും ഈ ശിഷ്യന്മാർക്ക് വിശ്വാസം വന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവ് അവർക്ക് പല രീതിയിൽ പ്രത്യക്ഷപ്പെട്ട് അവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാനൊക്കെ വേണം അവർ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിക്കുന്നത്. ഈ കാലയളവിലും ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്, നമ്മുടെ ഹൃദയകാഠിന്യങ്ങളൊക്കെയും മാറ്റി നമ്മുടെ അവിശ്വാസങ്ങളെ ഇല്ലായ്മ ചെയ്ത് കർത്താവിൻ്റെ വചനം നമ്മുടെ സ്വന്തമായി നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നാം നല്ല സാക്ഷ്യമുള്ളവരായി മറ്റുള്ളവരോട് കർത്താവിനെ അറിയിക്കുക എന്നുള്ളതാണ്. കർത്താവിനെ അറിയിക്കുക എന്ന് പറയുന്നതും പ്രസംഗിക്കുക എന്ന് പറയുന്നതും ആ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ്. കർത്താവിൻ്റെ സാക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലൂടെ വേണം മറ്റൊരാൾക്ക് മനസ്സിലാകും. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിൻ്റെ പത്രങ്ങളാണെന്നാണ്. ഒരു പത്രത്തിൻ്റെ ആ മുഖചിത്രം തന്നെ എന്താണ്? ആ പത്രത്തിൻ്റെ ഉള്ളടക്കം വിളിച്ച് പറയുന്നത് പോലെ നാം പ്രസംഗിക്കുന്ന വചനം നമ്മുടെ ജീവിതമാണെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്കത് സാക്ഷ്യമായിട്ട് തീരുവാൻ തക്കവണ്ണം കഴിയുക. സകല സൃഷ്ടിയോടും പറയുവാൻ പറഞ്ഞിരിക്കുകയാണ്. വിശ്വസിക്കുന്നവരും സ്നാനമേൽക്കുന്നവരും രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിലകപ്പെടും. ഈ ലോകത്തിൻ്റെ അവസാനത്തിൽ 2 കൂട്ടരുണ്ടാകുമെന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ ഉപമയിലൂടെ പറയുന്നുണ്ട് കർത്താവ്. ചെമ്പരിയാടിനെയും കോലാടിനെയും വേർതിരിക്കുന്നത് പോലെ നീതിമാന്മാരെയും ദുഷ്ടന്മാരെയും വേർതിരിക്കുന്ന സുദിനം ആഗതമാകുവാൻ പോവുകയാണ്. ആ സമയത്ത് നീതിമാന്മാരുടെ പട്ടികയിൽ നമുക്കും ആ പട്ടികയിൽ ചേരണമെങ്കിൽ, നീതിമാന്മാരുടെ കൂട്ടത്തിൽ ചേരണമെങ്കിൽ കർത്താവിൻ്റെ വചനത്തിലുള്ളതായ നമ്മുടെ വിശ്വാസം വളരെ ഉറപ്പുള്ളതാക്കി തീർക്കുക. നമ്മൾ വിശ്വസിക്കണം. അതുപോലെ സ്നാനത്താൽ കർത്താവിനെ ഏറ്റുപറയുന്ന ഒരനുഭവം, ആ ഒരു സാക്ഷ്യം നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരുമ്പോൾ ആ വെളിച്ചത്തിൽ അനേകർ കടന്നു വരുവാനൊക്കെ വണ്ണം ഇടയായിത്തീരും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങളൊക്കെയും കാണും എന്ന് അവിടെ പറയുകയാണ്. കുറേ അടയാളങ്ങളെ കർത്താവ് അവിടെ സംസാരിച്ച് അവരോട് പറയുന്നുണ്ട്. ഇങ്ങനെ കർത്താവിൻ്റെ വചനം ഐശ്വര്യമായിട്ട് എല്ലാ ലോകത്തിലും എത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്ന ഒരനുഭവമാണ് ഇവിടെ നാം കാണുന്നത്.
അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിൻ്റെ ഓരോ കർത്താവിനെ അറിഞ്ഞ നിമിഷം മുതൽ തൻ്റെ മരണം വരെയുള്ള സമയങ്ങളിൽ ഒരു നിമിഷം പോലും കർത്താവിൻ്റെ വചനം സകല സൃഷ്ടിയോടും അറിയിക്കാതെ ഇരുന്നില്ല. ബർബരന്മാരെ നേടുന്നതിന് അവിടെ പോയി സംസാരിക്കുന്നുണ്ട്. കർത്താവിൻ്റെ വചനം ഐശ്വര്യമായിട്ട് ചെന്നിടത്തെല്ലാം അദ്ദേഹം വിശ്വാസത്തിൻ്റെ നല്ല ശുഷ്കാന്തിയുള്ള ഒരു പോരാളിയായിട്ട് കർത്താവിൻ്റെ വചനം കൊടുക്കുന്ന ഒരു അനുഭവം പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ പ്രാപിച്ചെടുക്കുകയാണ്. വിശ്വാസത്തിൽ പതറിപ്പോയതായ പത്രോസിനെ കർത്താവ് വേർതിരിച്ച് കൊണ്ടുപോയി എൻ്റെ ആടുകളെ പാലിക്കുക, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, എൻ്റെ ആടുകളെ പാലിക്കുക എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിനെ ആ 3 പ്രാവശ്യം പരമേൽപ്പിക്കുന്ന കർത്താവിനെ നമുക്ക് കാണാൻ കഴിയുകയാണ്. പിന്നെ പത്രോസ് എന്ത് ചെയ്യാണ്? ആ സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു വക്താവായിട്ട് അചഞ്ചലനായി നിൽക്കുന്നതായ ഒരനുഭവം. എൻ്റെ നാഥനെ ക്രൂശിച്ചതുപോലെ എന്നെ ക്രൂശിക്കണം, പക്ഷേ തല കീഴായിട്ട് വേണം, അവിടുത്തെ പാതാരവിന്ദത്തിൽ മുത്തിക്കൊണ്ട് എനിക്ക് മരിക്കണമെന്ന ചിന്തയോടുകൂടിയാണ് പത്രോസ് രക്തസാക്ഷിത്വം വഹിക്കുന്നത്. അങ്ങനെ എല്ലാ ശിഷ്യന്മാരും, പ്രിയപ്പെട്ട ദൈവമക്കളെ, കാലത്തിൻ്റെ അന്ത്യത്തിലായിരിക്കുന്ന നമുക്കും കിട്ടിയ ഭാഗ്യം എത്ര വിലയേറിയതാണ്. സുവിശേഷം സകല ജാതിയോടും ഘോഷിപ്പാൻ തക്കവണ്ണം കർത്താവ് നമുക്കും ഭാഗ്യം തന്നതുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി ന്യായാധിപനായി കർത്താവായി കടന്നു വരുന്ന ഈ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ സർവസ്വമായിട്ടൊന്ന് ഏറ്റെടുത്തുകൊണ്ട് നല്ല സാക്ഷ്യമുള്ളവരായി ഈ ലോകത്തിലൊരു വെളിച്ചമായി തീരുമ്പോൾ അനേകർ കർത്താവാകുന്ന ആ ക്രിസ്തുവിൻ്റെ പാതയിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതിനായിട്ട് ഈ പാഠങ്ങൾ നമുക്ക് സഹായമായതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. മർക്കോസ് നമുക്ക് വളരെ ലളിതമായ അധ്യായങ്ങളിലൂടെ 16 അധ്യായങ്ങളിലൂടെ കർത്താവിൻ്റെ ശുശ്രൂഷയും മരണവും സ്വർഗാരോഹണം രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും കർത്താവിൻ്റെ വചനങ്ങൾ അവർക്ക് ഉറപ്പിച്ചു കൊടുക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ശുശ്രൂഷ ഇന്നും നിർബാധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സർവ്വസൃഷ്ടിയോടുമുള്ള ദൈവത്തിൻ്റെ സുവിശേഷീകരണ പ്രവൃത്തിയിൽ അന്ത്യകാലത്ത് ഏറ്റവും അധികമായിട്ട് ഈ നാളുകളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചുറ്റുപാടുമുള്ളവരെ കർത്താവ് എങ്ങനെയാണോ തൻ്റെ ചുറ്റുപാടുമുള്ളവരിലേക്ക് അവരെ ആകർഷിക്കുവാൻ തക്കവണ്ണം, അവരിലേക്ക് എത്തപ്പെടുവാൻ തക്കവണ്ണം തൻ്റെ ശുശ്രൂഷ വ്യാപരിപ്പിച്ചതുപോലെ നമ്മെയും കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ ശുശ്രൂഷയുടെ ഭാഗമാകാം. വരുവാനുള്ളവൻ വരും, താമസിക്കയില്ല എന്നുള്ള വചനം നമ്മളെ ഉറപ്പും ധൈര്യവും ഉള്ളവരാക്കട്ടെ. അവിടുത്തെ വചനത്തിലെ ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറിപ്പോകുന്നത് അസാധ്യമാണ്. അവിടുന്ന് വീണ്ടും വരും. രണ്ടാമത് തൻ്റെ വൃതന്മാരെ ചേർക്കുവാൻ വരുമ്പോൾ നമ്മളും ആ പട്ടികയിൽ ഉണ്ടാകുവാൻ ദൈവം നമ്മെ ഈ പാഠഭാഗങ്ങളിലൂടെ സഹായിച്ചൊരുക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഈ പാഠത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. അനുഗ്രഹമേറിയ ഒരു പുസ്തകം നമുക്ക് നന്നായി പഠിക്കുവാൻ കൃപ ചെയ്ത ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഈ ക്വാർട്ടറിലെ പാഠം ഇന്നോട് അവസാനിക്കുകയാണ്. ഒരു പുതിയ പാഠവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരു ക്വാർട്ടർ മുഴുവനും അവിടുത്തെ ശുശ്രൂഷയെക്കുറിച്ച്, അവിടുത്തെ ഞങ്ങളോടുള്ള കൃപയെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, ഈ ലോകത്തിൽ എങ്ങനെ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ ജീവിക്കുമെന്നുള്ള ആലോചനയെക്കുറിച്ച് ദൈവമേ അടിയങ്ങൾക്ക് നൽകി തന്ന വിലയേറിയ അനുഭവത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തിയതുപോലെ കർത്താവിൻ്റെ വചനത്തിലൂടെ ഞങ്ങൾ ആ ദർശനങ്ങളെ കണ്ടുകൊണ്ട് ദൈവമേ പുതുജീവൻ പ്രാപിച്ച് അനേകരോട് ആ സാക്ഷിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഇന്ന് പാഠം പഠിച്ച ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ. അടിയനോടൊപ്പം നിന്ന് പാഠം പഠിക്കുന്ന എല്ലാവർക്കും അവിടുത്തെ വചനത്തിൻ്റെ വെളിച്ചങ്ങൾ ധാരാളമായിട്ട് പകർന്നു നൽകണമേ. കൃപയിൽ നിന്ന് വീണു പോകുവാൻ ആരെയും അനുവദിക്കരുത് കർത്താവേ. സാത്താൻ്റെ സകല ശോധനകളിൽ നിന്നും വിടുവിക്കണം. മാനവമഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ.